ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ കയ്യിൽ ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ ഈ സാധനം ഒന്ന് വാങ്ങി വെക്കുന്നത് നന്നാവും. ഇതങ്ങോട്ട് വണ്ടിയിൽ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വഴി ഒരു ആപ്ലിക്കേഷൻ മുഖാന്തരം നമ്മുടെ ഫോണിൽ നമ്മുടെ ഹൈ വോൾട്ടേജ് ബാറ്ററിയുടെ ഹെൽത്ത്, അതിൻ്റെ ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഒരു ഗ്രാഫ് രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഗാഡ്ജറ്റ് വാങ്ങുന്നത് നന്നാവും. ലക്ഷങ്ങൾ വില വരുന്ന വണ്ടി വാങ്ങുമ്പോൾ ഇത്രയും ചെറിയൊരു ഗാഡ്ജറ്റ് ഒരുപാട് ഉപകാരങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതല്ലേ ബുദ്ധി. ആദ്യം തന്നെ ഇതിൻ്റെ വില അങ്ങോട്ട് പറയാം. ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ നൽകാം. ഞാൻ വാങ്ങിക്കുമ്പോൾ 800 രൂപയായിരുന്നു വില. അത് ഫ്ലക്ച്വേറ്റിംഗ് അല്ലേ, ഓൺലൈനിലല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിലും കുറഞ്ഞിട്ടും കിട്ടാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിലും കുറച്ചുകൂടി കൂടിയിട്ടായിരിക്കും വില കാണിക്കുന്നുണ്ടാവുക. എന്തായാലും ഈ പ്രൊഡക്റ്റ് വെറുത്തായിട്ട് തോന്നി. ഇനി ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ടാറ്റയുടെ വണ്ടികളൊക്കെയാണെങ്കിൽ ഇങ്ങനെയാണ്. ആ സ്റ്റിയറിങ്ങിൻ്റെ താഴെയുള്ള ഒരു ബോക്സ് ഉണ്ട്, അതങ്ങോട്ട് കൈകൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ കിട്ടും. മറ്റുള്ള വണ്ടികളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും ഇതേ ഭാഗത്ത് തന്നെ ആയിരിക്കും നിങ്ങളെ ഈ OBD സ്കാനർ കണക്ട് ചെയ്യേണ്ട ഭാഗം വരുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഭാഗം കാണാം. അതിലോട്ട് ഇതൊന്ന് ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. വണ്ടി ഓണിലാണോ ഓഫിലാണോ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഞാൻ പ്രിഫർ ചെയ്യണത് വണ്ടി ഓഫിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇതാണ് ഇൻസേർട്ട് ചെയ്ത് വെച്ചോളൂ. അവിടെ ഒരു റെഡ് ലൈറ്റ് കാണാം, അതായത് വണ്ടി അതിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഈ സാധനം നിങ്ങളുടെ ഐസ് എഞ്ചിൻ വെഹിക്കിളിലും കണക്ട് ചെയ്തിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇനി അപ്ലിക്കേഷനെ കുറിച്ച് പറയാം. നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് കാർ സ്കാനർ ലൈറ്റ് നടിക്കുക. അല്ല ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കാർ സ്കാനർ ലൈറ്റ് എന്നുള്ളത് അടിച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഫോണിൽ ആപ്ലിക്കേഷൻ ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓണാക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ട ലാംഗ്വേജും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അവിടെ മലയാളം കണ്ടില്ല, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് ആ ഡിവൈസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഡിവൈസിലുള്ളതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ട് നിന്നോട്ടെ. നെക്സ്റ്റ് അടിച്ച് പോകുക. ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാറിൻ്റെ ബ്രാൻഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ വണ്ടി ടാറ്റ ആയതുകൊണ്ട് ടാറ്റ എന്ന് കൊടുത്തു. പിന്നെ പഞ്ചാണ്, പഞ്ചിൻ്റെ ഇലക്ട്രിക് വേർഷനാണ്. അപ്പോൾ അതൊക്കെ അതിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ കാണാം താഴെ ELM കണക്ഷൻ ഡിസ്കണക്റ്റഡ് അല്ലെങ്കിൽ ECU കണക്ഷൻ ഡിസ്കണക്റ്റഡ് എന്നുള്ളത് കണ്ടല്ലോ. ബ്ലൂടൂത്ത് ഓണാക്കിയിട്ടില്ലെങ്കിൽ അങ്ങനെ കാണിക്കുക. അവിടെ ഇൻറ്റു മാർക്ക് വരും. അപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കിയോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിന്നെ അവിടെ പെർമിഷൻ സെറ്റപ്പായി കൊടുക്കാൻ ഗോ ടു സെറ്റിങ്സ് എന്നുള്ളതിലോട്ട് പോകുക. എൻ്റെ ഫോണിൽ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഭാഗത്ത് ചെന്നപ്പോൾ അവിടെ OBD സ്കാനറിൻ്റെ ആ ആപ്ലിക്കേഷൻ കണ്ടു. അതിൽ നോട്ട് ഒപ്റ്റിമൈസ്ഡ് എന്ന് കൊടുത്തിട്ട് ഡൺ എന്ന് കൊടുത്തു. നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് തന്നെ നോ ബ്ലൂടൂത്ത് ഡിവൈസ് സെലക്റ്റഡ് എന്ന് കാണാം. ഓക്കെ എന്നുള്ളതിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള ബ്ലൂടൂത്ത് ഡിവൈസുകളുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ സെർച്ച് ചെയ്യുന്നത്, അതിലോട്ട് വരും. അതിൽ ആ OBD2 എന്ന് കാണാം, അതാണ് നമ്മുടെ ഡിവൈസ്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അത് സെറ്റായി. ഇനി നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അതിലോട്ട് കണക്റ്റ് ആവും. അവിടെ ഒരു കോഡ് കൊടുക്കണം. ജസ്റ്റ് 1 2 3 4 എന്നുള്ള ആ ഒരു ഡിഫോൾട്ട് കോഡ് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഓക്കെ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ താഴെ കാണാം ELM കണക്ഷൻ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതിന് താഴെയുള്ള ECU കണക്ഷനോടെയും കണക്റ്റഡ് എന്ന് കാണിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ഡിവൈസും ഈ ഫോണും തമ്മിൽ പൂർണ്ണമായിട്ട് കണക്ഷനിലെത്തുന്നത് കേട്ടോ. കാർ സ്കാനർ നീഡ്സ് പെർമിഷൻ എന്നുള്ളത് കാണാം. അവിടെ ആൻഡ്രോയിഡ് 13 ഫോണിലാവണം, എന്നാലേ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ എന്ന് കൊടുക്കുക. അതൊക്കെ അലോ എന്ന് കൊടുക്കുക. ഇനി ഡാഷ്ബോർഡ് എന്നുള്ളതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ കാര്യങ്ങൾ, വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള നെക്സ്റ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ വണ്ടി ഓഫിലാണ്, അപ്പോഴും ഈ സ്ക്രീനിൽ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഓണിലാക്കിയിട്ട് പോകുന്ന സമയത്താണ് ഇത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റുക. SOC സ്റ്റേറ്റ് ഓഫ് ചാർജ്, വണ്ടിയിലുള്ള ചാർജ് നിലവിൽ അവിടെ കാണിക്കുന്നത് 74.4 ആണ്. നമ്മുടെ വണ്ടിയിൽ ശരിക്കുള്ളത് 71% ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കൂടി കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വണ്ടിയിലുള്ള ബാറ്ററി പൂർണ്ണമായിട്ടും ഡ്രെയിൻ ആക്കാൻ കമ്പനികൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആ കറക്റ്റ് വണ്ടിയുടെ ബാറ്ററിയിലുള്ള ചാർജാണ് കാണിക്കുന്നത് 74.4% എന്നുള്ളത്. നമ്മുടെ സ്ക്രീനിൽ അത് ആൾട്ടർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, സോഫ്റ്റ്വെയർ മുഖാന്തരം കാണിക്കുന്നത്. അവിടെ 71% കാണിക്കാനുള്ള കാര്യം അതാണ്. തൊട്ടപ്പുറത്ത് SOH എന്ന് കാണാം, അതാണ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഓഫ് ബാറ്ററി. വണ്ടിയുടെ ബാറ്ററി ഹെൽത്ത്, നമ്മൾ ഈ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ അതെൻ്റെ വണ്ടിയിൽ SOH 100% ആണ്. അതുതന്നെയാണ് നമ്മുടെ ഭാഗ്യം. ബാറ്ററിക്ക് വലിയ കംപ്ലൈൻറ്റുകൾ ഇല്ല എന്നുള്ളത് ബാറ്ററി ഹെൽത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് ബാറ്ററി വോൾട്ടേജ് ആണ്. അവിടെ 339 എന്ന് കാണാം. അതായത് ആ ബാറ്ററി വോൾട്ടേജിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ആ ഒരു കപ്പാസിറ്റി 35 kW എന്നുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും. അതായത് 339 ×
ഒരു 102 103 അടിക്കുക, ഡിവൈഡ് ബൈ 1000 അടിച്ചാൽ മതി, ഏകദേശം ഒരു 35 കിട്ടും. അതാണ് അതിൻ്റെ കാൽക്കുലേഷൻ. ബാറ്ററി ആംബിയർ 0.7, അതായത് നിലവിൽ ബാറ്ററിയിൽ നിന്നും പുറത്തോട്ട് വരുന്ന കറൻറ്റാണ് കാണിക്കുന്നത്. പിന്നെ ഒരു 0.24 കിലോ വാട്ട് എന്നുണ്ടാവും. നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പവർ, ആ 0.7 നിന്നും ഉണ്ടാക്കിയിട്ടുള്ള പവറാണ് പറയുന്നത്. അതൊക്കെ ഇപ്പോൾ നിലവിൽ കുറവായിരിക്കും, കാരണം വണ്ടി ഓഫിലാണല്ലോ. മൂന്നാമത്തെ റോയിൽ കാണിക്കുന്നത് ബാറ്ററിയുടെ ടെമ്പറേച്ചറാണ്. അതായത് ഒരുപാട് സെല്ലുകൾ കൂടിയതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറയുന്ന ആ വലിയ പാക്ക്. അതിൽ ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ ഒരു സെല്ലിലുള്ളത് 26 ഡിഗ്രി സെൽഷ്യസിലാണ്. മാക്സിമം ടെമ്പറേച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് 28 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതൊക്കെ നിലവിൽ നോർമലാണ്, കണ്ടു മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ബാറ്ററി കൂളിംഗ് ഉണ്ട് ഒരു പെർസെൻറ്റേജ്, അതായത് ബാറ്ററിയെ തണുപ്പിക്കുന്നത്, അതിപ്പോൾ നടക്കുന്നത് 30% ആണ്. നാലാമത്തെ റോല് കാണിക്കുന്നത് ബാറ്ററിയിലുള്ള വോൾട്ടേജ് ആണ്. ഓരോ സെല്ലിലും ഒരുപാട് സെല്ലുണ്ടെന്ന് പറഞ്ഞല്ലോ, കുഞ്ഞു കുഞ്ഞു സെല്ലുകൾ, അതിൽ ഓരോ സെല്ലിലുള്ള വോൾട്ടേജ് ആണ്. അവിടെ മിനിമം വോൾട്ടേജ് ഉള്ളത് 3.29 ആണ്. മാക്സിമം വോൾട്ടേജ് ആ പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് 3.32 ആണ്. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് വലിയ ഡിഫറൻസിലല്ല, എല്ലാതും ഏകദേശം എടുത്തെടുത്ത് തന്നെ നിൽക്കുന്നത്, ഒരുപോലെ തന്നെ വോൾട്ടേജ് ഡിഫറൻസ് പോകും. നെക്സ്റ്റ് സെൽ വോൾട്ടേജ് ഡെൽറ്റ എന്ന് പറയും. അതായത് ഈ 3.32 മൈനസ് 3.29 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0.03 എന്ന് കിട്ടും. ആ 0.03 എന്നുള്ള ആ ഒരു ഡിഫറൻസിനെ മൈക്രോ വോൾട്ടേജ് ആയിട്ട് ഇവിടെ കാണിക്കുകയാണ്, 30 മൈക്രോ വോൾട്ടേജ് എന്നുള്ളത്. അത് വല്ലാണ്ട് കൂടാൻ പറ്റില്ല, വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററിയിൽ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 30 മൈക്രോ വോൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 മൈക്രോ വോൾട്ടിലോട്ട് വരാം, 0 ചില സമയത്ത് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റാണ്. ബാറ്ററിയുടെ സെൽസിൽ എല്ലാ സെൽസിലും ഒരേ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കറണ്ടിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും, സെല്ലുകൾ ഓക്കെ ആണെന്നുള്ളതാണ്. അല്ലാത്ത കേസിൽ അവിടെ 50 60 70 എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ എവിടെയൊക്കെയോ എന്തോ സെല്ലുകളിൽ തമ്മിൽ പ്രശ്നമുണ്ട്, അതായത് വോൾട്ടേജ് ഡിഫറൻസ് നല്ലോണം വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത OBD വോൾട്ട് എന്നുള്ള ആ ലാസ്റ്റ് റോയിൽ വരുന്നത് 13.914 എന്നൊക്കെ കാണാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിലറി ബാറ്ററി ഉണ്ടല്ലോ അതിൻ്റെ വോൾട്ടേജാണ്. അതും നോർമലാണ് നമ്മുടെ വണ്ടിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ വണ്ടിയിലുള്ള മോട്ടറിൻ്റെ ടെമ്പറേച്ചറാണ്, അത് 26 ഡിഗ്രി സെൽഷ്യസ് ആണ്, അതും നോർമലാണ്. PTC എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും, അത് വണ്ടിയിലുള്ള PTC ഹീറ്ററാണ്. അവിടെ 25 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് കാണിക്കുന്നത്, കുറച്ച് കൂടുതലാണ്. അതൊരു 13 മുതൽ 16 18 വരെയൊക്കെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതിന് വണ്ടി ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് എത്ര വരുന്നുണ്ട്, വേയ് ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്നുള്ളത് നമുക്കൊന്ന് വ്യക്തമായിട്ട് തന്നെ നോക്കാം. നമ്മളെ വണ്ടി ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഈ സമയത്ത് OBD സ്കാനർ അതിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീഡിങ്സും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം. വണ്ടിയിലുള്ള SOC നിങ്ങൾക്ക് കാണാം 51.5% ആണ്. അപ്പോൾ അതിലും താഴെയാണ് വണ്ടിയുടെ ബാറ്ററി പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ SOH ഒക്കെ 100% ആണ്. ഞാനൊരു 28 30 എന്നുള്ള ആ ഒരു ലെവലിലാണ് എൻ്റെ സ്പീഡ്. 40 വരെ പോകുന്നുണ്ട് കേട്ടോ, ഒരു ആവറേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാറ്ററി 331 പോയിൻറ്റ് സംതിങ് ഒക്കെ അവിടെ ഇങ്ങനെ ആ വോൾട്ടേജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ നോർമലാണ്, മുന്നത്തെ അതേപോലെ തന്നെയാണ്. പിന്നെ ബാറ്ററിയിൽ നിന്നും എടുക്കുന്ന കറൻറ്റ് അതാണ് കാണിക്കുന്നത് 45 പോയിൻറ്റ് സംതിങ് ഒക്കെ ആംബിയർ. അത് നെഗറ്റീവിലോട്ട് പോകാൻ കാരണം ചില സമയത്ത് നമ്മൾ ആക്സിലേഷൻ നിന്ന് കാലെടുക്കുന്ന സമയത്ത് റീജനൊക്കെ കയറി വരുന്ന സമയത്തായിരിക്കും അതങ്ങനെ നെഗറ്റീവിലോട്ട് പോകുന്നത്. പിന്നെ അത് പവറിൽ കാണിക്കുന്നുണ്ട് അപ്പുറത്ത് 8.63 എന്നൊക്കെ പറഞ്ഞിട്ട് കിലോ വാട്ട്. അത് നെഗറ്റീവിൽ കാണിക്കാനുള്ള മെയിൻ കാരണം വണ്ടി ഇപ്പോൾ ചെറുതായിട്ടൊരു സ്ലോപ്പിലൊക്കെ പോകുന്ന സമയത്ത് റീജന് കയറി വരുന്നതാണ്. മൂന്നാമത്തെ റോല് വരുന്നത് നമ്മുടെ ടെമ്പറേച്ചറാണ് ബാറ്ററിയുടെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നോർമലാണ്. പിന്നെ സെല്ലിൻ്റെ മിനിമം വോൾട്ടേജും മാക്സിമം വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസാണ് നാലാമത്തെ റോല് വരുന്നത്. സെൽ മിനിമം വോൾട്ടേജും മാക്സിമം വോൾട്ടേജും, അതായത് ഓരോ സെല്ലിലുള്ള വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ് അത്ര വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചില സമയത്ത് മൈനസിലോട്ട് വരെ പോകുന്നുണ്ട്, അതിങ്ങനെ വേരി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു 40-50 എബോവ് ഒന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഈ 50% വരെ ഉള്ള സെൽ മിനിമം വോൾട്ടേജും മാക്സിമം വോൾട്ടേജും കറക്റ്റായിട്ട് തന്നെ പോകുന്നത്. ഓരോ സെല്ലിലും കറക്റ്റ് വോൾട്ടേജാണ്, അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഇത് ഗ്രാഫ് രൂപത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതും നമുക്ക് കാണാം. സെൽ വോൾട്ടേജ് മാക്സിമം മിനിമം പോകുന്നത്, അത് വല്ലാണ്ട് മുകളിലോട്ടും വല്ലാണ്ട് താഴോട്ടും വന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ് അവർ പറയൽ. അപ്പോൾ അത് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് 0 വരുന്നുണ്ട്, 20 30 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആവറേജ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 0 വരുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയൊരു സമാധാനമാണ്. ഇനി കുറച്ചുകൂടി നമ്മുടെ SOC താഴ്ത്തിയിട്ടുള്ള ഒരു ഇതിൻ്റെ OBD കണക്ട് ചെയ്തിട്ടുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. വണ്ടിയിലുള്ള ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ ഉള്ളത് 28.1% ആണ്. അതായത് അതിന് താഴെയാണ് വണ്ടിയിലുള്ള പെർസെൻറ്റേജ്. നിങ്ങൾ ആലോചിക്കട്ടെ, ഒരു 25 ആ ലെവലിലേക്കാണ് ഇപ്പോൾ പെർസെൻറ്റേജ് വണ്ടിയിൽ നിൽക്കുന്നത്. അവിടെ ബാറ്ററി വോൾട്ടേജ് ഒക്കെ 326 ആ ലെവലിലൊക്കെ നിൽക്കുന്നത്. നോർമലാണ്, കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് ആ ഒരു സെൽ വോൾട്ടേജ് മിനിമം മാക്സിമം എന്നുള്ള ഭാഗത്തേക്ക് നോക്കാം.
അവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു പ്രശ്നമല്ലേ. അതായത് സെൽ മിനിമം എന്നുള്ളിടത്ത് 3.11 ആണ്, സെൽ മാക്സിമം എന്നുള്ളിടത്ത് 3.1721 എന്നിട്ട് അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. സെൽ വോൾട്ടേജ് ഡെൽറ്റ എന്നുള്ളിടത്ത് പഴയ പോലെ അല്ല കാണിക്കുന്നത്, അവിടെ 50, 60, 90 എന്നുള്ള ലെവലിലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു OBD കണക്ടർ വെച്ചിട്ടും എൻ്റെ ഒരു ഡാറ്റ എടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. മറ്റേതിൻ്റെ പോലെ ഒരു ആവറേജ് ഒരു 30, 20 എന്നുള്ള ലെവലിലല്ല വരുന്നത്. ഇത് മുകളിലാണ്, എപ്പോഴും മുകളിലാണ്. ഞാൻ 2-3 വട്ടം ട്രൈ ചെയ്ത് നോക്കി, അതിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഒരു 5 സ്ലോ കാലിബ്രേഷൻ എന്ന് പറഞ്ഞല്ലോ, മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരൊന്ന് മുകളിൽ പോയി നോക്കുക എന്താണ് ഈ സെൽ കാലിബ്രേഷൻ എന്നുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലിനി വല്ല വ്യത്യാസം വരുമോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചിട്ട്. 2 പ്രാവശ്യം ഇപ്പോൾ സ്ലോ ചാർജിങ് ചെയ്തു, 20 to 100 എന്നുള്ള ആ ഒരു 2 സൈക്കിൾ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇന്നലെയാണ് ഈ OBD സ്കാനർ വെച്ചിട്ട് 30.3%, അതായത് ഒരു 28, 27%-ലൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റീഡിങ് കാണുന്നത്. അതിൽ കാണാം 70 MV, 50, 60 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവറേജ് ചെയ്യുന്നത്. അതായത് ഒരു 30യുടെ ബിലോ വരുമ്പോൾ, അതായത് ഒരു 23, 25, 26 ആ ലെവലിലൊക്കെ നമ്മുടെ വണ്ടിയിൽ പെർസെൻറ്റേജ് കാണിക്കുമ്പോഴാണ് ഈ ഒരു സംഗതി കുറച്ച് കൂടി വരുന്നതായിട്ട് കാണുന്നത്, ആ ഒരു വോൾട്ടേജ് ഡിഫറൻസ്. നമുക്കറിവ് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ മുതിർന്ന ഫ്രണ്ട്സ്, അവർ ഇതിനെക്കുറിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കി തരാം കേട്ടോ. എൻ്റെ ബാറ്ററിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് എൻ്റെ ഒരു സംശയമാണ്. അതായത് ഒരു 30യുടെ പെർസെൻറ്റേജിൻ്റെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ MV എന്നുള്ള സെൽ വോൾട്ടേജ് ഡെൽറ്റ നല്ല ഡിഫറൻസ് ഇങ്ങനെ ആവറേജ് കയറി വരുന്നതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ഇനി അതായിരിക്കുമോ എൻ്റെ ഈ ബാറ്ററി ഡ്രോപ്പ് 20%-ൻ്റെ താഴത്തേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. 20%-ൻ്റെ താഴെ ഇപ്പോൾ നമുക്ക് താഴുന്നുണ്ടോ, ഡ്രോപ്പ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഇനി 5 സ്ലോ ചാർജിങ് 20% മുതൽ 100% വരെ നമ്മൾ ചാർജ് ചെയ്തിട്ട് 5 പ്രാവശ്യം, അതായത് 1500 കിലോമീറ്റർ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഡ്രോപ്പ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിയമം. അപ്പോൾ അത് അവരുടെ ആപ്ലിക്കേഷൻ വഴി അവർക്ക് നോക്കിയാലും അറിയാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ OBD സ്കാനർ വെച്ചിട്ട് 18%-ൻ്റെ താഴെ നമ്മൾ ഇതുപോലെ ഒന്ന് വീഡിയോ ചെയ്യും, എത്ര ഈ MV കാണിക്കുന്നത് എന്നുള്ളത്, സെൽ വോൾട്ടേജ് ഡിഫറൻസ് എത്ര ഉണ്ട് എന്നുള്ളത്. അതിന് കൃത്യമായിട്ട് മനസ്സിലാവും ബാറ്ററിക്ക് പ്രോബ്ലം ഉണ്ടോ എന്താണെന്നുള്ളതൊക്കെ. ഈ ഡാറ്റാസും കാര്യങ്ങളും ടാറ്റ അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇനി അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലല്ലോ, എന്തിന് നമ്മൾ ലൈവായിട്ട് ഈ ഡ്രോപ്പ് ആവുന്ന വീഡിയോ വെച്ചിട്ട് അവർ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് പോലും അവരത് അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് 5 സ്ലോ ചാർജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതൊക്കെ പ്രോബ്ലം സോൾവ് ആവും, പിന്നെ 18% ഡ്രോപ്പ് വരില്ല, പുതിയ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ 1500 കിലോമീറ്റർ ഓടിച്ച് വരൂ എന്നുള്ള ഒരു ന്യായവും പറഞ്ഞിട്ടാണ് നമ്മളെ ഓരോ കസ്റ്റമേഴ്സിനെയും അവിടുന്ന് ഇങ്ങനെ പറഞ്ഞയക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പോൾ വരുന്ന വണ്ടികൾ ഈ 30, 35 കിലോ വാട്ട് വേരിയൻ്റ് ഒന്നും അല്ല. ഇപ്പോൾ വരുന്നത് 55, 60, 75 കിലോ വാട്ട് വരെയുള്ള ബാറ്ററിയുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പോൾ പുതിയ ടാറ്റ സീറോ വരെ ഇറങ്ങിയിട്ടുള്ളത്. ഇതിനൊക്കെ ഈ 5 പ്രാവശ്യം കാലിബ്രേഷൻ ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞാൽ അവർ എത്രങ്ങാനും കിലോമീറ്റർ ഓടിക്കേണ്ടി വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 600 കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണെങ്കിൽ 600 × 5, അതായത് 3000, 4000 കിലോമീറ്റർ ഓടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങളെല്ലാം തീരും എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കലാണോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന എൻ്റെ കൂട്ടുകാരോടൊന്ന് കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലോട്ട് ഇറങ്ങിയാൽ മതി. കാരണം ഒരുപാട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ വന്നിട്ടുണ്ട്. സെൽ ബാറ്ററി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റയുടെ വണ്ടികളുടെ ഒരുപാട് ഗ്രൂപ്പാണ് എൻ്റെ ഫോണിൽ ഇപ്പോൾ, ഒന്നിലധികം ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതിൽ ഒരു ഗ്രൂപ്പ് കണ്ടത് വളരെ സങ്കടമായി തോന്നി. അതായത് പുതിയ വണ്ടിയായിട്ടുള്ള ടാറ്റ കെർവിൻ്റെ പ്രിസ്മാറ്റിക് സെല്ലോട് കൂടെ വരുന്ന വണ്ടിയുടെ ബാറ്ററി ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഞാൻ കണ്ടു. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അതിലിടാം, ഒന്ന് ജസ്റ്റ് നോക്കൂ. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഈ ടാറ്റയുടെ വണ്ടികളൊക്കെ എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ. നിലവിൽ നമ്മൾ ടാറ്റയിലാണ് ഈ പ്രോബ്ലംസ് കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ടാറ്റയുടെ വണ്ടി ആയതുകൊണ്ടാണ് ഈ ടാറ്റയുടെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വണ്ടികളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇലക്ട്രിക് വണ്ടിയിൽ. പിന്നെ കയ്യിലുള്ളതൊരു ഒല ഇലക്ട്രിക് സ്കൂട്ടറാണ്, അതിന് ഒരു കുഴപ്പമില്ല, എപ്പോഴും അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ വരുന്ന വീഡിയോകളിൽ ഇടാം. എനിക്കൊരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 35,000 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് ആ വണ്ടി. അതിലൊരു ഡ്രോപ്പോ മറ്റുള്ളതൊന്നും ഞാൻ വല്ലാണ്ട് കണ്ടിട്ടില്ല. എനിക്ക് അത്യാവശ്യം പഴയ കിട്ടിയെന്ന റേഞ്ചും കാര്യങ്ങളും ഇപ്പോഴും ആ ബാറ്ററിയിൽ കിട്ടുന്നുണ്ട്. 23,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വിൻസറീവി ഉണ്ട്, അതിൻ്റെ അവന് സ്ക്രീൻഷോട്ട് വിട്ടത് ഞാൻ അതിലിടാം. അവനൊരു പെർസെൻറ്റേജിൽ 5 കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഈ സാധാ 38 കിലോ വാട്ടിൻ്റെ ബാറ്ററി ഉള്ള വണ്ടിയിൽ ഒരു പെർസെൻറ്റേജിൽ 5 കിലോമീറ്റർ കിട്ടുന്നുണ്ട്.
വിത്ത് AC അല്ലാതെ ഇട്ടിട്ടെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഇനി എന്താ അവൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ വിൻസർ EV ഓടിച്ച സമയത്ത് നമുക്കൊരു പെർസെൻറ്റേജിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മുകളിൽ ഒരു വീഡിയോ വിൻസറിൻ്റെ റേഞ്ച് ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളെ വണ്ടി ആകെ 1000-2000 കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഭാവിയിൽ ഇടാൻ കാര്യങ്ങൾ, അതിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് പറയും. അത് നമ്മൾ പറയും. MGൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും ശരി നമ്മൾ എടുത്ത് പറയും. ടാറ്റയുടെ മാത്രം വിരോധിയൊന്നുമല്ല ഞാൻ. നമ്മുടെ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് വൈറലാക്കി തരിക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.